ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഇഫ്താർ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ നെയ്യൊക്കെ ഉപയോഗിക്കാമേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് വഴറ്റി 2-3 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഞാൻ അതുപോലെ തന്നെ നല്ല നീളത്തിലാണ് ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഫ്താറിന് നമ്മളെ വീട്ടിൽ ബണ്ണ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി രുചിയാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നല്ല ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഈ 4 മസാലപ്പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മെത്തി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മെത്തി ഇല നമ്മൾ ഉലുവ ഇല ഉണക്കിയതാണ്. കസൂരി മെത്തി ഇല അതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഓൺലൈൻ ഒക്കെ ആണെങ്കിലും അവൈലബിൾ ആണ്. ആമസോണിലും മീഷോയിലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും നമുക്ക് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല, പകരം ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ നിന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് റെഡിയാവുന്ന ടൈമിന് ഞാൻ അവിടെ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബണ്ണാണ്. 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇതിനെല്ലാം നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് അങ്ങ് മാറ്റിക്കളയാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ടേൻ്റെ ഒരു ഫില്ലിങ് നിറയ്ക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂൺ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് ഇളക്കി കളയണം. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചധികം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് മാറ്റണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെക്കാനുണ്ട്. ആ ഒരു ഫില്ലിംഗ് കൂടെ വെക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി മാറ്റട്ടെ. അതുപോലെ തന്നെ ഈ ഇളക്കി മാറ്റിയത് ഇതിന് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാ കണ്ടല്ലോ, ഇത്രയും ഒരു ഉൾഭാഗം ഇത്രയും ഈ ഒരു ഇതിന് വേണേ. അപ്പോഴത്തേക്കും നമ്മൾ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതിനായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് മയോണൈസും ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് മയോണൈസാണ് ഞാനൊരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മയോണൈസാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എല്ലാം മുട്ട ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫില്ലിങ് റെഡിയായിട്ടുണ്ട്, എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ബണ്ണെടുത്ത് ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ സോസുകൾ, ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമ്മുടെ മയോണൈസും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് പുരണ്ട് കിട്ടണം കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ നല്ല രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് മല്ലിയില, ഫസ്റ്റ് ലെയർ വരുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില പുതിയയിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഒന്ന് ചേർത്ത് ചെയ്ത് നോക്കിയോളൂ. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഉള്ളിൻ്റെ ആ ഒരു മിക്സ് കൂട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ടേൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ മയോണൈസും നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്തതും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഫില്ലിങ്ങും കൂടെ, വളരെ കുറച്ച് ഫില്ലിങ് വെച്ചാൽ മതി. നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് നമ്മൾ തയ്യാറാക്കിയതുകൊണ്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, വലിയവർക്കാണെങ്കിലും കഴിക്കാം. നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു ചീസിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കടായിലാണ്. കടായി ഞാനൊരു 10 മിനിറ്റ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം വേണം നിങ്ങളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നിങ്ങളിതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നല്ല നമ്മൾ ചേർത്ത ഈ ഒരു മൊസറല്ല ചീസും എല്ലാം മെൽറ്റായ ബട്ടറൊക്കെ അതിലോട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല മിക്സായിട്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി രുചി നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കടായിലോട്ടാണ് ഇത് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി ഈ ഒരു ഇതെല്ലാം നമ്മുടെ മസാല ബണ്ണെല്ലാം വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നമുക്കതിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാനൊരു പ്ലേറ്റിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ, ചീസല്ല നമ്മുടെ മയോണൈസും കൂടെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അടിപൊളി രുചിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെന്ന് വെച്ചാൽ പറയണേ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലെ ഞാൻ മയോണൈസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ ഒരു ലെയർ കുറച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക.